അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. നമ്മളിന്ന് വന്നിട്ടുള്ളത് ലാഡർ ആൽബം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് ടൈപ്പ് ഓഫ് ആൽബംസ് ഉണ്ട്. അതിൽ പെട്ടിട്ടുള്ള ഒരു ആൽബമാണ് നമുക്ക് സർപ്രൈസ് ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ മെമ്മറീസൊക്കെ അലോക്കേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ആൽബമാണ് ഈ ലാഡർ ആൽബം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈസിലാണ് ഞാൻ ചെയ്യാറുള്ളത്. ഞാൻ സെയിൽ ചെയ്യാറുള്ളത് ഒന്ന് 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ഷേപ്പ് വരുന്നതും പിന്നെ 9 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ സൈസ് വരുന്നു, ഫോട്ടോൻ്റെ സൈസ് കേട്ടോ. അപ്പം ഈ 2 സൈസിലാണ് നമ്മൾ ഈ ഒരു ആൽബം ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്കെച്ച് പാഡ് ഉണ്ടാവും. നമ്മുടെ കാർഡ് സ്റ്റോക്ക് പേപ്പറിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് തന്നെ. ഇത് പക്ഷേ ഡ്രോയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഒന്നുകിൽ നിങ്ങൾക്ക് കാർഡ് സ്റ്റോക്ക് പേപ്പർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ബുക്ക് പാഡ് നമുക്ക് ഈ ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഡ്രോയിങ് മെറ്റീരിയൽസ് ഒക്കെ ഉള്ള എടുത്ത് ആ ഒരു പേപ്പറും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കാർഡ് സ്റ്റോക്ക് പേപ്പറും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് A4 സൈസിലുള്ളതാണ്. നമുക്കിതിങ്ങനെ ഓരോ പീസ് നമുക്കിതിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതിൻ്റെ A4 സൈസ് ആയതുകൊണ്ട് 7 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം A4 സൈസിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 21 സെൻറ്റിമീറ്റർ ആണല്ലോ വരിക. അപ്പോൾ നമുക്കിത് 3 പാർട്ടായിട്ട് നമുക്കിത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് 7 സെൻറ്റിമീറ്റർ ഒന്ന് 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് മെഷർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ വിഡ്ത്തും കൂടെ ഇതുപോലെ 7 സെൻറ്റിമീറ്റർ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഒന്ന് പെൻസിലോണ്ട് മാർക്ക് ചെയ്തും കൊടുക്കാം കേട്ടോ. എങ്കിലും നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മുമ്പോട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം ഇത് മാർക്ക് ചെയ്ത് ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 3 ഷീറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കാരണം ഞാനിപ്പോൾ ഒരു 10 ഫോട്ടോസിൻ്റെ ഒരു ലാഡർ ആൽബമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഇതിപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന 26 ഫോട്ടോസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ആൽബമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പിക്സ് ഞാൻ ബ്ലറാക്കിയത് കസ്റ്റമറിന് അത് കാണിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പം അത് 26 ഫോട്ടോസിൻ്റെ ആണ്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണുമ്പോൾ. അത്രയും ഫോട്ടോസ് വരുമ്പം 20 എബവ് ഒക്കെ ഫോട്ടോസ് വെക്കുന്ന സമയത്ത്. അപ്പം ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻ ഇട്ട് ആ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മളിതാ ഇതുപോലെ വൃത്തിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫോട്ടോസ് വേണോ അതിനത്രയും അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ബേസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തൽക്കാലം 10 ഫോട്ടോസിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്കത് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു ഗ്ലൂ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല കേട്ടോ. നമ്മൾ ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പേപ്പേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ കുറച്ചും കൂടെ വൃത്തി ഇതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സൈഡ് തിന്ന് ടാപ്പൊക്കെ വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഫുൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇത്രയും ലെങ്ത്തിൽ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഫോട്ടോസ് വേണോ അത്രയും നിങ്ങൾക്ക് ലെങ്ത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിനി ഒന്നും കൂടെ നമ്മൾ ഇതുപോലെ സിഗ്സാഗായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലാഡർ ആൽബത്തിൻ്റെ ആ ഒരു ബേസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്കിപ്പം സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ ഓൾറെഡി ഇതുപോലെ കുറച്ചെണ്ണം നമുക്ക് സെറ്റൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പം ഇത്രയും ഇത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്കിതിൽ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫോട്ടോസ് ഞാൻ 7 സെൻറ്റിമീറ്ററിന് കുറച്ചിട്ടാണ് ഒരു 6.8 ഒക്കെ സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഞാനിതുപോലെ പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോസ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫോട്ടോ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഗ്ലോസി പേപ്പറിലാണ്. A3 ഷീറ്റിൽ ഗ്ലോസി പേപ്പർ സെറ്റ് ചെയ്തിട്ടാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഫോട്ടോസിൻ്റെ ഒക്കെ ആൽബംസോ അങ്ങനെ എന്തെങ്കിലും ട്യൂട്ടോറിയൽ ചെയ്യുന്ന സമയത്ത് ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് സൈസ് സെറ്റ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിത് സൈസ് സെറ്റ് ചെയ്യുന്നത് പിന്നെ പ്രിൻറ്റിങ് ഷോപ്പിൽ നിന്ന് തന്നെ അവരുടെ സിസ്റ്റത്തിൽ നിന്നാണ് ചെയ്യാറുള്ളത്. ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ അഡോബി ഇല്ലുസ്ട്രേറ്റർ ഒക്കെ യൂസ് ചെയ്തിട്ട്. കാരണം നമുക്ക് ക്യാൻവയിൽ കറക്റ്റ് അതിൻ്റെ സൈസ് മെഷർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പം നമുക്ക് ആ കറക്റ്റ് സൈസ് കിട്ടില്ല. പിന്നെ ഒരുപാട് വട്ടം അങ്ങനെ ചെയ്ത് തയക്കമുള്ളവർക്കാണെങ്കിൽ ഓൾറെഡി അറിയായിരിക്കും ഈ ഫോട്ടോസ് ഇതിൽ എത്ര സ്യൂട്ടാവും, എത്ര കിട്ടും എന്നുള്ളത്. അതല്ലാത്തവർക്ക് പ്രിൻറ്റിങ് ഷോപ്പിൽ നിന്ന് അവരോട് പറഞ്ഞാൽ മതി അതിൻ്റെ സൈസ് ഒന്ന് ഇത്ര വേണം, അതുകൊണ്ട് നിങ്ങളതൊന്ന് ഇത്ര കറക്റ്റ് ചെയ്തിട്ട് തരുമോ എന്നുള്ളത്. അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആവുമൊന്നും വേണ്ട. അപ്പം അങ്ങനെ ഒരുപാട് മെസ്സേജും പിന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് കമൻറ്റിൽ കാണാറുണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെ പയ്യെ ഞാൻ റിപ്ലൈ ആയിട്ട് വീഡിയോസ് ചെയ്യാം കേട്ടോ. അക്രിലിക്കും പിന്നെ നിക്കാഹിന് അമ്മയ്ക്കൊക്കെ ഒരുപാട് ഡൗട്ട്സ് കുറേ ആൾക്കാർ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിതാ ഈ ഒരു ആൽബം 10 ഫോട്ടോസൊക്കെ ഇതിൽ നമുക്ക് വേണ്ടത്ര ഫോട്ടോസൊക്കെ ഫുൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 2 രീതിയിൽ ഇത് ഞാനിപ്പോൾ സെയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിബൺ ഇതുപോലെ കെട്ടിയിട്ട് ഫോട്ടോസ് എല്ലാതിലും സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ആൽബംസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നമ്മൾ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടില്ലേ, ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഫസ്റ്റും ലാസ്റ്റുള്ള ഫോട്ടോ ജസ്റ്റ് മാറ്റിയതിന് ശേഷം നമുക്കതിലൊരു കവർ ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ ഒരു ആൽബത്തിൻ്റെ ഒരു കവറിങ് കൊടുക്കുന്ന രീതിയിൽ 2 ഒരു ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഗ്ലോസിയിലൊരു ഡിസൈൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പീസ് ഞാനിപ്പോൾ ഓരോന്നിനും എടുക്കാറുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിലും, അതായത് ഫസ്റ്റിലും ലാസ്റ്റിലും ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫസ്റ്റ് നമ്മളൊരു റിബൺ വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റിബൺ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ സൈഡ് തിന്ന് ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ റിബൺ നമ്മൾ ഫസ്റ്റിലും പിന്നെ ഏറ്റവും ലാസ്റ്റിലും ആയിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ, ഒരു കവർ പോലെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം തിന്ന് ഡബിൾ സൈഡ് ടാപ്പാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എനിക്കെടുത്ത് കുറച്ച് വീതിയുള്ള ടൈപ്പ് തിന്ന് ഡബിൾ സൈഡ് ടാപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് നമുക്ക് ഇതിനൊക്കെ പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയത് മതിയല്ലോ, ഫുൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കാറുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആ ഒരു ഫസ്റ്റിലുള്ള ആ ഒരു ലെയറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ ലാസ്റ്റിലും അങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എങ്കിൽ നമുക്കിത് കറക്റ്റ് ഇങ്ങനെ പോപ്പപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയും ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ടൈപ്പിലും ചെയ്ത് കൊടുക്കാം. അത് കസ്റ്റമറിന് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഇതുപോലെ റിബൺ വെച്ചിട്ടൊന്ന് ബോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ലാഡർ ആൽബം, ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മിനി ടൈപ്പ് ആൽബം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 സൈസിൽ ഞാൻ ചെയ്യാറുണ്ട് പറഞ്ഞില്ലേ. 9 സെൻറ്റിമീറ്റർ സൈസ് വരുന്ന 9x9 സെൻറ്റിമീറ്റർ സൈസ് വരുന്ന രീതിയിലും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതാകുമ്പോൾ ഫോട്ടോസ് കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. മിനിയേച്ചർ ടൈപ്പ് വേണ്ടവർക്ക് ഒരു 7x7 സെൻറ്റിമീറ്റർ സൈസിൽ വരുന്നതും ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഫോട്ടോ ആൽബം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ എന്തായാലും അതിനനുസരിച്ച് റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് വലിയ സൈസിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ആൽബം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത നല്ല വീഡിയോസ്
വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പം കീപ് വാച്ചിങ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിലേ നമുക്ക് വീഡിയോസൊക്കെ നെക്സ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളുടെ എല്ലാ കമൻസിനും റിപ്ലൈ ആയിട്ട് ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യാം കേട്ടോ. കൂടുതലും കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. അസ്സലാമു അലൈക്കും.